നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ കാലത്ത് അനാവശ്യമായി പലരും വലിച്ചു കീറപ്പെടാറുണ്ട്. അതേസമയം നന്മ ചെയ്യുന്ന പലരും മഹാന്മാരായി അറിയപ്പെടാറുമുണ്ട്. അതിനിടയിൽ അർഹതപ്പെട്ട പരിഹാസം ഏറ്റുവാങ്ങാൻ ഭാഗ്യം ലഭിച്ച അപൂർവം നേതാക്കളിൽ ഒരാളാണ് ആറന്മുളയുടെ വീണ ജോർജ്. ആശയപരമായി കോൺഗ്രസ് പാർട്ടിയോട് വീണ ജോർജ് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവുന്നത്. പിണറായി സത്തിന്റെ പുതിയ ഫോർമുലയുടെ ഭാഗമായിരുന്നു ഓർത്തഡോക്സ് സഭയിൽ വലിയ സ്വാധീനമുള്ള വീണ ജോർജിന്റെ സ്ഥാനാർത്ഥിത്വം. ആദ്യം കഷ്ടി കടന്നു കയറി 2021 ദുരന്ത പശ്ചാത്തലത്തിലും പിണറായി വിജയന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായും ഒരിക്കൽ കൂടി അധികാരത്തിലെത്തിയ വീണ ജോർജിനെ പിണറായി വിജയൻ താലത്തിൽ വെച്ച് നീട്ടിയത് സുപ്രധാനമായ ആരോഗ്യമന്ത്രി പദവിയായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ സ്വന്തമായി ഒന്നും ചെയ്തിട്ടില്ലാത്ത വീണ ജോർജ് കൂടുതൽ ശ്രദ്ധ ചെലുത്തിയത് വസ്ത്രധാരണത്തിലും ഫാഷനിലും വില കൂടിയ നിത്യോപയോഗ സാധനങ്ങൾ പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതിലുമായിരുന്നു. അധികാര കസേരയിൽ കയറിയിരുന്ന വീണ ജോർജ് താൻ ഒരു തുത്തുകുണുക്കി പക്ഷിയാണെന്ന് മനസ്സിലാക്കാതെ ഈ നാട് മുഴുവൻ മുമ്പോട്ട് പോകുന്നത് തൻ്റെ മേന്മ കൊണ്ടാണെന്ന് ധരിച്ച് വശായി അഹങ്കാരത്തിൻ്റെ ഒരുപാട് എപ്പിസോഡുകൾ സൃഷ്ടിച്ചു. ആ അഹങ്കാരത്തിൻ്റെ അവസാനത്തെ എപ്പിസോഡ് പിണറായിസ്റ്റ് ഭീകരത എന്ന ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറി. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കണ്ണൂരിൽ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു വീണ ജോർജ്. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോൾ കുറെ യൂത്ത് കോൺഗ്രസ് പിള്ളാർ കരിങ്കൊടി കാട്ടി. ജനാധിപത്യ വ്യവസ്ഥയിൽ കരിങ്കൊടി കാട്ടാനും പ്രതിഷേധിക്കാനുമൊക്കെ ഓരോ പൗരനും അവകാശമുണ്ട് എന്നുപോലും അറിയാത്ത വീണ ജോർജ് ആ കുട്ടികളുടെ മെക്കിട്ട് കയറാൻ പോലീസിനെ പോലും തള്ളി നീക്കി മുമ്പോട്ടാഞ്ഞു. കൂടെയുള്ള പോലീസുകാർ വളരെ കഷ്ടപ്പെട്ടാണ് വീണ ജോർജ് എന്ന അന്നത്തെ മന്ത്രി യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ പുറത്ത് കൈവെക്കുന്ന സീൻ ഒഴിവാക്കിയത്. എന്നിട്ടും കലി തീരാതെ യൂത്ത് കോൺഗ്രസ് പിള്ളേർ തന്നെ തല്ലി പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് നാടകം കളിച്ച് വീണ ജോർജ് നേരെ പോയത് ജനറൽ ആശുപത്രിയിലേക്ക്. അവിടെ വീണ ജോർജിനെ പ്രവേശിപ്പിച്ചത് ഗുരുതര രോഗികളെ പ്രവേശിപ്പിക്കുന്ന ഐസിയുവിൽ. രോഗാവസ്ഥ ഗുരുതരമാണ് എന്ന് പറഞ്ഞ് നേരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയും ഐസിയുവിൽ പ്രവേശിപ്പിച്ചു. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ മർദ്ദിച്ച് അവശരാക്കിയ യൂത്ത് കോൺഗ്രസ് ഗുണ്ടായിസത്തിനെതിരെ നാടുനീളെ CPMകാർ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസിൻ്റെയും മറ്റും ഓഫീസുകൾ തല്ലിത്തകർത്തു, പൊതുമുതൽ നശിപ്പിച്ചു. അങ്ങനെ അത് കോൺഗ്രസ് ഗുണ്ടായിസത്തിനെതിരെയുള്ള ഒരു ജനവികാരമാക്കി മാറ്റി വോട്ട് പിടിക്കാനായിരുന്നു CPMന്റെ ലക്ഷ്യം. പക്ഷെ പണി പാളി. അതൊരു തട്ടിപ്പാണെന്നും വീണ ജോർജിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്നും CCTV ക്യാമറകൾ സാക്ഷ്യം പറഞ്ഞു. ഇതോടെ ഇരുചെവി അറിയാതെ ഐസിയുവിൽ നിന്ന് നേരെ ഡിസ്ചാർജ് വാങ്ങി വീണ ജോർജ് ഇന്നോവ കാറിൽ പത്തനംതിട്ടയ്ക്ക് പുറപ്പെട്ടു. ഈ സമയത്ത് മന്ത്രിയെ ക്രൂരമായി മർദ്ദിച്ച് അവശയാക്കി എന്ന കുറ്റകൃത്യം ചുമത്തി വധശ്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളുടെ പേരിൽ 5 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ജയിലിൽ അടച്ചു. ലോക ചരിത്രത്തിൽ ആദ്യമായാവാം ഗുരുതരാവസ്ഥയിൽ ഐസിയുവിൽ കഴിയുന്ന ഒരു VIP സെൽഫി എടുത്ത് ഐസിയുവിലെ നേഴ്സുമാർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നത്. ആ സെൽഫി വാസ്തവത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ ഹെഡ് ഓഫീസിൽ ഫ്രെയിം ചെയ്തു വയ്ക്കേണ്ടതാണ്. വീണ ജോർജിനെ ആക്രമിച്ചു എന്ന പേരിൽ ജനവികാരമിളക്കി വോട്ട് നേടാൻ നടത്തിയ ശ്രമം വാസ്തവത്തിൽ വലിയ തിരിച്ചടിയായി മാറി. ജയിലിലകപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വലിയ പിന്തുണ കിട്ടി. കേസ് കോടതിയിലെത്തിയപ്പോൾ ഒരു തെളിവും ഹാജരാക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. എല്ലാ CCTV ദൃശ്യങ്ങളും തെളിയിച്ചത് വീണ ജോർജിന്റെ അടുത്തെത്താൻ പോലും യൂത്ത് കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞില്ല. കരിങ്കൊടി കാട്ടിയപ്പോൾ തന്നെ അവരെ പോലീസ് പിടികൂടിയെന്നാണ്. എന്നിട്ടും എന്തിനാണ് നുണ പറഞ്ഞ് വീണ ജോർജ് ഐസിയുവിൽ പ്രവേശിച്ചത്? എന്നിട്ടും എന്തിനാണ് CPMകാർ കേരളത്തിൽ കലാപമുണ്ടാക്കിയത്? അന്നും ഇന്നും എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഇപ്പോഴിതാ അതിന് ഉത്തരം കിട്ടാൻ സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു SP നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്ത് വീണ ജോർജിനെ ആക്രമിച്ചു എന്ന കേസ് അന്വേഷിക്കാൻ ഇപ്പോൾ സർക്കാർ ഉത്തരവിറക്കി. വീണ ജോർജിനെ ആക്രമിച്ച കേസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കണ്ണൂർ റെയിൽവേ പോലീസാണ്. ആ കേസ് ഒരിടത്തും എത്താതെ വന്നതോടെയാണ് പുതിയ പരാതി വന്നതും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുക്കാൻ ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടതും. ഇതോടുകൂടി വീണ ജോർജിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ജയിലിലടച്ച യൂത്ത് കോൺഗ്രസ്സുകാർ ഇരകളാവുകയും ഇരയായി കള്ളപ്പരാതി കൊടുത്ത വീണ ജോർജും അതിന് കൂട്ടുനിന്ന പോലീസുകാരും പ്രതിയാവുകയും ചെയ്യും. UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യൂത്ത് കോൺഗ്രസ്സുകാരെ ആക്രമിച്ചതിൻ്റെ പേരിൽ എടുക്കുന്ന മൂന്നാമത്തെ പ്രത്യേക അന്വേഷണ സംഘമാണിത്. നവകേരള യാത്ര നടത്തിയ മന്ത്രിമാരുടെ വാഹനത്തിന് നേരെ കരിങ്കൊടി കാട്ടി എന്ന് പറഞ്ഞ് ആലപ്പുഴയിലെ 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഗൺമാൻമാരും അതിന് കൂട്ടുനിന്ന പോലീസുകാരും ഇപ്പോൾ സസ്പെൻഷനിലായത്
ആദ്യത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. പിണറായിയുടെ കാലത്ത് സൂപ്പർ DGP ആയി ചമഞ്ഞ MR അജിത് കുമാർ സസ്പെൻഷനായി നിൽക്കുന്നതും അർഹതപ്പെട്ട DGP പ്രൊമോഷൻ നിഷേധിക്കപ്പെട്ടതും അതുകൊണ്ട് തന്നെയാണ്. അതിന് തുടർച്ചയായാണ് വിമാനത്തിൽ പിണറായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഫർസീൻ മജീദ് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച് അവശനാക്കുകയും കള്ളക്കേസെടുത്ത് ജയിലിടുകയും ചെയ്ത കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം കൊടുത്തത്. ഇത് മൂന്നാമത്തെ പ്രത്യേക അന്വേഷണ സംഘമാണ്. ഇതോടുകൂടി വീണ ജോർജ് എന്ന ഇര ഈ കേസിലെ പ്രതിയായി മാറും. ബോധപൂർവം കലാപമുണ്ടാക്കാൻ വേണ്ടി വ്യാജ പരാതി കൊടുക്കുകയും വ്യാജമായി ആശുപത്രിയുടെ ICU സഹായം ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ വീണ ജോർജ് പ്രതിയായി മാറും. വീണയെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്ത വീണയുടെ ഗൺമാനായിരുന്ന പോലീസുകാരനും പണി കിട്ടും. ICUവിൽ ചികിത്സയിലായിരുന്ന മന്ത്രിക്കൊപ്പം സെൽഫി എടുത്ത നേഴ്സുമാർ അടക്കമുള്ളവർ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. എറണാകുളത്തു നിന്നും ഒരു വരത്തൻ പയ്യനെത്തി ഏതാണ്ട് 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണയെ തോൽപ്പിച്ചതിൻ്റെ നാണക്കേട് മാറുന്നതിന് മുൻപാണ് ഇപ്പോൾ ഈ പ്രത്യാക്രമണം കൂടി ഉണ്ടായിരിക്കുന്നത്. വീണ ജോർജ് എന്ന അഹങ്കാരത്തിൻ്റെ കാലും കൈയും വെച്ച ഈ നേതാവ് തോറ്റമ്പിയിട്ടും പണി ഇരന്നു വാങ്ങുകയാണ്. ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നിയമത്തെ പരിഹസിച്ച് കള്ളപ്പരാതി കൊടുത്ത് ICUവിൽ കിടന്ന് വോട്ടട്ടിമറിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ വീണ ജോർജും കൂട്ടാളികളും അഴിയെണ്ണുക തന്നെ വേണം എന്നാണ് നീതിബോധമുള്ള മനുഷ്യരുടെ നിലപാട്. വീണ ജോർജിന് പണി ഏറെ വൈകാതെ പാലും വെള്ളത്തിൽ എത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.